എൻ്റെ ഒരു ദിവസത്തെ തയ്യൽ കാണിച്ചു തരാവേ. ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ മുന്നേ തയ്ച്ച് വെച്ച ബ്ലൗസ് നമ്മൾ സിക്സാഗ് ചെയ്തിട്ട് ലോക്ക് ചെയ്യണതാണ്. ഒരു 4 ബ്ലൗസോളം ഉണ്ടായിരുന്നു. അപ്പോൾ 4 ഞാൻ ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ തേച്ച് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് തേച്ച് അപ്പോൾ ഈ സാരിയുടെ ബ്ലൗസും തയ്ക്കാനുണ്ടായിരുന്നു. അവർ തന്നെല്ലാം കൂടി ഞാൻ മടക്കി കവറിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഇന്നത്തെ തയ്യൽ തുടങ്ങിയത് തന്നെ. സാധാരണ ഞാനൊരു 10-10:30 കൂടി പണിയൊക്കെ തീർത്തിട്ട് തയ്ക്കാനായിട്ടിരിക്കും കേട്ടോ. ലേശം വൈകിപ്പോയിട്ടുണ്ട്. 11 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത് തന്നെ. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ അടുത്തായിട്ട് ഇന്ന് തന്നെ തയ്ച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടൊരു കൊച്ച് വേഗം കൊണ്ടുവന്ന് തന്നാണ്. ഒരു നൈറ്റ് തയ്ക്കാനായിരുന്നേ. അപ്പോൾ ഞാൻ വേഗം തയ്ച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കധികം സമയം എടുത്തില്ല. അതുകൊണ്ട് വേഗം തയ്ച്ചു കൊടുത്തു. പക്ഷേ തയ്ച്ചിട്ട് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അത് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കിനാണ് ആൾ വന്ന് കൊണ്ടുപോയത്. പക്ഷേ ഞാൻ അപ്പോൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചെയ്യുന്നത് നമുക്കൊരു ബ്ലൗസാണ് കേട്ടോ. ഒരു സാരിയുടെ ബ്ലൗസ് തന്നെയായിരുന്നു. പാഡ് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ ഞാൻ പാഡ് ആദ്യം തന്നെ ലൈനിങ്ങിൽ അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് നിഴലടിക്കുന്ന തുണിയായിരുന്നേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സാധാ പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. ഫ്രണ്ട് വന്നേക്കണത് ഒരു വൈഡ് ആയിട്ടുള്ള വി ആണ് ചെയ്യാൻ പറഞ്ഞേക്കണത്. ബാക്കും അത്യാവശ്യം ഡീപ്പായിട്ട് തന്നെ ചെയ്യാനാണ് പറഞ്ഞേക്കണേ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറൊക്കെ കഴിച്ചിട്ട് വന്നു കേട്ടോ. ചോറൊക്കെ കഴിച്ചിട്ട് വന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇവിടെ തയ്ക്കാനായിട്ട് ഓരോരുത്തരൊക്കെ വരുമൊക്കെ ചെയ്യും. അവരോടൊക്കെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരിക്കും. അപ്പോൾ അത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നമ്മൾ കൊടുത്താണ് പറഞ്ഞയച്ചത്. പക്ഷേ ബാക്കിൽ വർക്കുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ സൈഡ്സിൽ വെക്കാൻ പറഞ്ഞു. ഞാനത് വെച്ചു. അപ്പോൾ എന്നാൽ രാത്രി ആവാറായ ചേച്ചിയുടെ കൊച്ചുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ വേസ്റ്റ് തുണിയൊക്കെ കാണുമ്പോഴത്തേക്കിനും ചിറ്റ എനിക്ക് എന്തെങ്കിലും തയ്ച്ചാന്ന് പറഞ്ഞ് എൻ്റെ കൂടെ കൂടുവേ. അപ്പോൾ കുറച്ച് തുണി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്ലീവ്ലെസ് ആയിട്ട് ടോപ്പ് അടിക്കാമെന്ന് പറഞ്ഞ് വേഗം എടുത്തുകൊണ്ട് വന്നേ. ഇതൊക്കെ പെട്ടെന്നൊരു തോന്നലങ്ങ് വന്നിട്ട് ഇങ്ങനെ ഒറ്റ സ്പീഡിലിരുന്ന് അങ്ങ് തയ്ച്ച് തീർക്കൂട്ട്. ഒരു അരമണിക്കൂർ താഴെ എടുത്തോളൂ. നമ്മൾ വേഗം ചുമ്മാ റഫായിട്ട് വെട്ടി വേഗം അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ അവളോട് തന്നെ ഇരിക്കുമല്ലോ. അപ്പോൾ ഒരു രസത്തിന് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ വേഗം അത് ചെയ്ത് തീർത്തു കേട്ടോ. സ്ലീവ്ലെസ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നമ്മൾ ക്യാൻവാസ് ഒന്നും വയ്ക്കാതെ സിമ്പിളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. സാധാരണ ഞാനൊരു 7:30-8 മണി വരെയൊക്കെ കേട്ടോ തയ്ക്കാറുള്ളൂ. അത് കഴിയുമ്പോൾ തയ്യൽ പരിപാടിയൊക്കെ നിർത്തും. ഇന്നിപ്പോൾ അത് 7:30 ആയി. ആ സമയത്തായപ്പോഴത്തേക്ക് ഏകദേശം എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നിർത്താറുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ അവളത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഉടുപ്പ്. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് പറയണേ. ചുമ്മാ വേസ്റ്റ് തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്.